പുതിയൊരു പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ സന്തോഷിക്കാറുള്ളത്? ദൈവം നമുക്ക് തരുന്ന കൃപകളെ ഓർത്താണോ നമ്മൾ സന്തോഷിക്കാറ്? നേരെ മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ പ്ലാൻ ചെയ്തത് അതെല്ലാം അതുപോലെ തന്നെ നടക്കണം എന്നുള്ള ഒരു പിടിവാശിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാതിരിക്കുമ്പോൾ ആ ദിവസം നമുക്ക് ദുഃഖവും നിരാശയും ഒക്കെ കടന്നു വരാറുണ്ട്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ നമുക്കുണ്ടായിരിക്കേണ്ടത് പ്രസാദപരമാണ്. പ്രസാദപരത്തെക്കുറിച്ച് നമ്മൾ എവിടെയാണ് കേൾക്കുന്നത്? നമ്മൾ പഠിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിലൊന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പ്രസാദപരം ഉണ്ടായിരിക്കുക എന്നത്. പ്രസാദപരം പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും തരുന്നതാണ്. എങ്കിലും പലപ്പോഴും നമുക്ക് സംശയമാണ്, ഈ പ്രസാദപരം എനിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടത്തിലുണ്ടോ, അല്ലെങ്കിൽ എന്നെ കാണുന്നുണ്ടോ? ഈ സംശയങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രസാദപരത്തിൻ്റെ ജീവിതം നമുക്ക് കൈവിട്ടു പോകുകയാണ് ചെയ്യാറ്. സ്നേഹമുള്ളവരെ, നമ്മളൊരിക്കലും ശങ്കിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ വേണ്ട. കാരണം പ്രസാദപരമായ ജീവിതം എങ്ങനെ ജീവിക്കാമെന്ന് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്. തിന്മയായിട്ടുള്ളത് എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ മനസ്സോടെ ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയോടും കൂടെ ഈ പ്രസാദപരം ഉണ്ടായിരിക്കുമെന്നതാണ്. തിന്മയായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ നമ്മൾ വീണ്ടും വീണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഈ പ്രസാദപരത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ലഭിക്കേണ്ട സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയാതെ നിരാശയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുമെന്നർത്ഥം. ഒരിക്കൽ ഒരു വീട് സന്ദർശിക്കുവാനിടയായി. സുഹൃത്തായ ഒരു വൈദികനും ഞാനും കൂടി ആ വീട്ടിൽ ചെന്നു. ആ വീടിൻ്റെ അവസ്ഥ വളരെ ദാരിദ്ര്യത്തിലുള്ളൊരു ഭവനമാണെന്നതാണ്. ഞങ്ങൾ ആ വീടിനകത്ത് കയറിയിരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, മുന്നോട്ട് ജീവിക്കുവാൻ പറ്റുന്നതായിട്ട് ഒന്നും അവർക്കില്ല. രോഗങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധിയുണ്ട്. അങ്ങനെ പതിയെ പതിയെ ഓരോരുത്തരോടും അവരുടെ ജീവിത നിലവാരങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാമെന്ന് തോന്നി. ആദ്യം നമ്മുടെ കുടുംബനാഥനെ വിളിച്ചു കൊണ്ടുവന്നു. ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് ജീവിക്കുന്നത്? പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, കൂദാശകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. പക്ഷേ തുടർന്ന് ചേട്ടനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, എല്ലാം കൃത്യമായിട്ട് ചേട്ടൻ ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് കൂടി ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം എവിടെയോ വെച്ച് ചേട്ടൻ നഷ്ടപ്പെട്ടു പോയി. കൂടെ കൂട്ടുകാരോടും മറ്റുള്ളവരോടുമെല്ലാം ഒത്തുചേർന്ന് ചില ദുശീലങ്ങളൊക്കെ ഈ ചേട്ടൻ്റെ ജീവിതത്തിലുണ്ട്. നന്നായിട്ട് വചനം ചേട്ടൻ അറിയാം, നന്നായിട്ട് ജീവിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വേദപാഠ ക്ലാസ്സിൽ നിന്നൊക്കെ ആയിട്ട് പണ്ടൊക്കെ ചേട്ടൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനോടൊന്നും ഒരു താല്പര്യമില്ല. കുടുംബനാഥയായിട്ടുള്ള ചേച്ചീനെ വിളിച്ചു. ചേച്ചിയോട് സംസാരിച്ചപ്പോഴും ചേട്ടൻ പറഞ്ഞതിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്നൊരു ജീവിതമാണ്. കൃത്യമായിട്ട് ജീവിക്കുവാൻ അറിയാമായിട്ടും അങ്ങനെ ജീവിക്കണ്ട എന്ന് മനഃപൂർവ്വം വെക്കുന്ന ഒരു കുടുംബമായിട്ട് ആ കുടുംബത്തെ അറിയാനാണ് സാധിച്ചത്. കർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി പോയി സ്വയം നാശത്തിലേക്ക് പോകുന്നവരാണ് ഞങ്ങളെന്ന് അവർക്കറിയാം. സത്യം എന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും ആ സത്യത്തെ തേടിപ്പിടിക്കാതെ ചില ലോകസുഖങ്ങളുടെ പുറകെ പോയി വരുന്ന ദുരന്തങ്ങളെയൊക്കെ ഏറ്റെടുക്കുന്ന ഒരു കുടുംബം. അവിടെ ഇരുന്ന് കുറച്ച് സുവിശേഷം പങ്കുവെച്ചു.
ജീവിക്കേണ്ടതിനെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു. സ്നേഹമുള്ളവരെ, അറിഞ്ഞുകൊണ്ട് നമ്മുടെ സന്തോഷം ദൈവം തരുന്ന ഈ പ്രസാദവരത്തെ നശിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യുക്യാറ്റ് യുവജനങ്ങൾക്കായിട്ടുള്ളതാണല്ലോ. അതിന് 3-ാം അധ്യായത്തിൽ പറയുന്നത് കാര്യം എങ്ങനെ നമുക്ക് ഈശോയോട് കൂടെ ജീവിക്കാമെന്നാണ്. ഈശോയോട് കൂടത്തിലുള്ള ജീവിതം അതെങ്ങനെ ജീവിക്കാമെന്നതാണ് പ്രധാനമായിട്ടും അതിനകത്ത് പറഞ്ഞു വെക്കുന്ന 1-2 കാര്യങ്ങൾ. ഈ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാരോട് പറഞ്ഞ അതേ ജീവിതം തന്നെയാണ്. പാപത്തെ ഉപേക്ഷിക്കുക, കൂടുതൽ നന്മയുടെ ഭാഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെ ജീവിക്കുവാൻ അടിസ്ഥാനപരമായിട്ട് എന്താണ് വേണ്ടതെന്ന് നമ്മുടെ യുക്യാറ്റ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കൂദാശകളാകുന്ന അടയാളങ്ങളിലൂടെ നമ്മളിലേക്ക് വരുന്ന ഈ പ്രസാദവരത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്തോഷവും ആനന്ദവും കൃപയും ഒക്കെയാണ്. അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും മറ്റ് കൂദാശകൾ നമ്മൾ കൈക്കൊള്ളുമ്പോഴും എന്നിലേക്ക് വന്നെത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പ്രസാദവരം തന്നെയാണ്. എന്നിട്ടും നമുക്ക് സംശയമാണല്ലോ, എന്നിൽ ഇതുണ്ടോ? എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചാലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഇന്ന് പോകുമ്പോൾ എനിക്കറിയാതെ ടെൻഷനാണ്. എന്തുകൊണ്ടാണ്? ദൈവം കൂടെയുണ്ട്, ദൈവം നോക്കിക്കൊള്ളുമെന്നെല്ലാം ഞാൻ പറയുമ്പോഴും അത്രമേൽ പ്രതീക്ഷയും അത്രമേൽ ശുഭാപ്തി വിശ്വാസവും നമുക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് നിരാശയിലേക്ക് എത്തുന്നു. നമ്മൾ പതിയെ പതിയെ ആ ദൈവത്തിൻ്റെ ആനന്ദം കണ്ടെത്താൻ മടിക്കുന്നവരായിട്ട് മാറുന്നു. ജീവിതത്തിൽ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ആ ദൈവത്തെ കണ്ടെത്തി എന്നുള്ളതാണ്. എല്ലാവരെയും പോലെ ആ വ്യക്തിക്കും കുറേ പ്ലാനുകളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ദിവസം രാവിലെ ഇന്ന കാര്യം ചെയ്യുക, ഉച്ച കഴിഞ്ഞ് ഇന്ന കാര്യം ചെയ്യുക എന്ന് ചാർട്ട് ചെയ്തിട്ടായിരിക്കും അവൻ ആരംഭിക്കുന്നത്. ഇതിൻ പ്രകാരം നടക്കണമെന്നൊരു നിർബന്ധവുമില്ല. പല കാര്യങ്ങൾ പല വഴിക്ക് തെറ്റിപ്പോകാം. പക്ഷെ എന്നാലും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ അവസാനം അവനൊരു നിരാശയില്ല എന്നുള്ളതാണ്. ദൈവമാണ് ഇതൊക്കെ വഴി നടത്തുന്നത് എന്നുള്ള ആ ചിന്ത ആ മനുഷ്യന് നിത്യമുണ്ട്. അങ്ങനെ ചിന്തയുള്ളവർക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല. അവൻ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഞാനുണ്ടാക്കിയ അല്ലെങ്കിൽ സ്വയം അവനുണ്ടാക്കിയ പ്ലാനിനെ കഴിഞ്ഞും കൂടുതലായിട്ട് തമ്പുരാൻ വരയ്ക്കുന്ന പ്ലാനുകൾക്കാണ്. എൻ്റെ ജീവിതത്തിൽ സന്തോഷം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ ഇതുപോലെ സുന്ദരമായ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് ദുഃഖവും അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നിരാശയുമാണ് തോന്നുന്നതെങ്കിൽ അതിനുള്ള കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിന് ഉള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണെന്ന്. അങ്ങനെ പറയുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും ഞാൻ നശിച്ചു പോകില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് നല്ലതല്ലേ? ദൈവം എൻ്റെ ക്ഷേമം മാത്രമാണ് എല്ലായ്പ്പോഴും കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നതെന്ന് നമുക്കറിയാം. ദൈവം മുന്നോട്ട് വെക്കുന്നത് എൻ്റെ നന്മ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കാണുമ്പോൾ ഞാൻ വിചാരിച്ച കാര്യം ഇന്ന ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യുക? നമ്മൾ മറ്റൊരു തോമാസ് ലേഖയായി മാറാറുണ്ട്. പലപ്പോഴും നമ്മൾ പിടിവാശി ചെയ്യാറുണ്ട്. പിടിവാശി, കർത്താവേ ഇനി ഞാൻ പള്ളിയിൽ വരണമെങ്കിൽ എൻ്റെ ഈ പ്രാർത്ഥന നീ കേട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഡിമാൻഡുകൾ വെക്കും. ഇന്ന നേർച്ചകൾ ഞാൻ നിറവേറ്റിക്കൊള്ളാം, പക്ഷെ എനിക്കിത് സാധിച്ചു തരണം.
അങ്ങനെ വലിയ ഉപാധികളോടുകൂടിയാണ്, അല്ലെങ്കിൽ തമ്പുരാനെ കുടുക്കിലാക്കിക്കൊണ്ടൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. വിശ്വാസം അല്ലെങ്കിൽ വ്യതിചലിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷം ഇല്ലാതായി പോകുമ്പോൾ ഞാൻ ആദ്യം പരാതി പറയുന്നത് എൻ്റെ ദൈവത്തോടാണ്. എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തെയും കുറ്റപ്പെടുത്താറില്ലേ? ഇങ്ങനെ ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഒരുപക്ഷെ ഈശോ, എന്നെ അറിയാവുന്ന ഈശോ, എൻ്റെ സാഹചര്യങ്ങളെല്ലാം, ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ എന്നെ അറിയാവുന്ന ഈശോ, ഈ നിമിഷം മുതൽ മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തെ അറിയാവുന്ന ഈശോ, ഇതിലും നല്ലത് എനിക്കായിട്ട് കരുതി വച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കുണ്ടാവേണ്ട വിശ്വാസം. അതാണ് പ്രസാദകരമായി ജീവിതം നയിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എൻ്റെ ദൈവം എനിക്ക് ഒന്നും ദോഷമായിട്ട് നൽകില്ല എന്നുള്ള ആ വിശ്വാസം. സ്നേഹമുള്ളവരെ, നമ്മളിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഒരു ദുരന്തമല്ല എന്ന് കണ്ണടച്ച് പറയുവാൻ വിശ്വസിക്കാൻ കഴിയുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. ഞാൻ ജീവിക്കുന്നത് അത്തരമൊരു വിശ്വാസത്തിലാണോ? എൻ്റെ സന്തോഷങ്ങൾ ഞാൻ വീണ്ടെടുക്കുന്നത് ബാഹ്യമായ എന്തെങ്കിലുമാണോ, അതോ ഈ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഈ പരമാർത്ഥമായ വിശ്വാസത്തിലാണ്? നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ നമ്മൾ അടിയറ വെക്കുന്ന തമ്പുരാനിലാണെന്ന് പറയുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അവർ ദേവാലയത്തിൽ പോകും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, പ്രാർത്ഥിക്കും. പക്ഷേ ഇതിനെ കഴിഞ്ഞും എല്ലാം സന്തോഷം അവരെ കണ്ടെത്തുന്നത് കൂട്ടുകാരോടൊത്ത് ചില സ്ഥലങ്ങളിൽ ഒന്നിച്ചു ചേരുന്നതിലും വലിയ വലിയ ഷോപ്പിംഗ് നടത്തുന്നതിലുമൊക്കെയാണ്. അവിടെയുള്ള സന്തോഷമാണ് പൂർണ്ണമായ സന്തോഷമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ ദൈവം കൂടെയുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ ദൈവം കരുതുന്നുണ്ട്, ഇവനാണ് എൻ്റെ സർവസ്വവും എന്ന് വിശ്വസിക്കുന്നതിൽ വലിയ കാര്യവും സന്തോഷമൊന്നും അവർക്കില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു ആനന്ദവും സന്തോഷവും വേറെ ഇല്ല എന്നാണ് പറയപ്പെടുക. നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും ആ കുർബാനയിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്പസമയം മാത്രമേ അതിൻ്റെ ആനന്ദം എന്നിൽ നിലനിൽക്കുന്നുള്ളൂ. തുടർന്നങ്ങോട്ട് മറ്റ് പ്രതിസന്ധികൾ എന്നെ തളർത്തുകയാണെങ്കിൽ നോക്കുക, തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ചെറുതായോ? അല്ലെങ്കിൽ തമ്പുരാൻ തന്ന സന്തോഷം എനിക്ക് വെറും നിസ്സാരമായി പോയോ? പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാരോട് മാത്രമായിട്ടല്ല പാപം ഉപേക്ഷിക്കാൻ പറയുന്നത്, നമ്മളെ തന്നെ നോക്കിയാണ്. നമുക്കറിയാലോ, പ്രധാനമായിട്ടും പൗലോസ്ലീഹ അതിനകത്ത് പറയുന്നുണ്ട്, അശുദ്ധിയിലേക്കല്ല മക്കളെ, വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധമായ ജീവിതം നേടിയെടുക്കുവാൻ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്കറിയാം, വിശുദ്ധ കാർലോയുടെ ജീവിതവും അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ള മറ്റ് പല വിശുദ്ധരുടെ ജീവിതവും, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും ഒക്കെ നിങ്ങൾ നോക്കിയോ. എത്രയോ നാളുകളായിട്ട് ദൈവത്തെ അറിയാതെ ജീവിച്ചതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ തിരിച്ചു വന്നവരാണ്. അതുകൊണ്ട് നാളിതുവരെയുള്ള നിരാശകളെല്ലാം മാറ്റിവെക്കാം. ഇനിയും സമയമുണ്ട് മുന്നോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ. ദൈവം നമുക്കായിട്ട് ആയുസ് നീട്ടി തന്നിട്ടുണ്ട് ഈ സന്തോഷത്തോടെ ജീവിക്കാൻ. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രസാദപരം വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കാം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പൗലോസ്ലീഹ പറയുന്ന പോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കേണ്ടത്. പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനി ചെയ്യേണ്ട 3 കാര്യങ്ങളെപ്പറ്റി. ആദ്യമായിട്ട് പൗലോസ്ലീഹ പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ 2 കാര്യങ്ങൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കണം. അത് എല്ലാ കാര്യത്തിലും
നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നാൽ ദൈവമേ നന്ദി. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും തൊട്ടപ്പുറത്തെ കടയിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയാൽ ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കും. വളരെ നിസ്സാരമായിട്ട് എനിക്കൊരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റിയാൽ ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കണം. അനുദിനം എനിക്ക് ഭക്ഷണം കിട്ടിയല്ലോ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഭക്ഷണങ്ങൾക്ക് എത്ര സമയം നമ്മൾ നന്ദി പറയാറുണ്ട്? നമ്മൾ ഈ യുദ്ധങ്ങളുടെയൊക്കെ ഇടയിലാണ് ജീവിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യക്കാരിപ്പോൾ നമ്മൾ ഇന്ത്യക്കാരായിരിക്കും. മറ്റെല്ലായിടത്തും ഒട്ടുമിക്ക രാജ്യങ്ങളിലും പ്രതിസന്ധി, യുദ്ധത്തിൻ്റേതായിട്ടുള്ള ഭീകരമായ അന്തരീക്ഷങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഈ സന്തോഷമൊക്കെ വെറുതെ കിട്ടുന്നതല്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ വളരെ നീങ്ങേണ്ടത്. ഈശോ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം അവർക്കെല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്ന സന്തോഷം നമുക്കായിട്ട് കൊണ്ടു തന്നുവെന്ന് അറിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ തമ്പുരാനോട് കൃതജ്ഞത കാണിക്കേണ്ട ആളല്ലേ? സ്നേഹമുള്ളവരെ, വീണ്ടും ഈശോയിലേക്ക് തന്നെ നോക്കുക. അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം എന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നതിൽ മാത്രമായിരുന്നു. എൻ്റെ പിതാവ് പറഞ്ഞ കാര്യം അത് ഓരോ ദിവസവും കൃത്യമായിട്ട് സാഹചര്യങ്ങളനുസരിച്ച് ചെയ്തു തീർക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാൻ ഈശോയ്ക്കായി എന്നുള്ളതാണ്. നടന്നു പോകുന്ന വഴിക്ക് അത്ഭുതം പ്രവർത്തിക്കേണ്ടതാണെങ്കിൽ അത് പ്രവർത്തിക്കുന്നു. വചനം പ്രഘോഷിക്കുമ്പോൾ ഫരിസേയരെയും സദുക്കായരെയും ഒക്കെ തിരുത്തേണ്ടടുത്ത് തിരുത്തുന്നു. ശിഷ്യന്മാർക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഭാഗങ്ങൾ എത്തുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു. അതിലുപരിയായിട്ട് ഒന്നും ചെയ്യാതിരിക്കാനായിട്ടൊരു സമയം യേശുവിനില്ലായിരുന്നു. വെറുതെ ഇരിക്കുന്ന ഒരു സമയം നിങ്ങൾ കാണുകയില്ല കർത്താവിൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ അവൻ ഏകനായി എവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ്. തനിച്ചിരുന്നുള്ള ഈ പ്രാർത്ഥനയിലാണ് ദൈവം ക്രിസ്തു പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ നാളെ എന്താണ് എൻ്റെ പിതാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുത്തത്. ആ കണക്കുകൂട്ടലുകൾ അവരുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കി എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യന്മാരോടുകൂടെ നടക്കുന്ന വഴിയിൽ പലപ്പോഴായിട്ട് സന്തോഷിക്കുന്നുണ്ട്. പലരെ കണ്ടെത്തുമ്പോൾ, അതുപോലെ തന്നെ ചിലർ തിരിച്ചു വരുന്നത് കാണുമ്പോൾ, യഥാർത്ഥ മാനസാന്തരം സംഭവിക്കുമ്പോൾ, ചില വിരുന്നുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ക്രിസ്തു സന്തോഷിക്കുന്നു. അങ്ങനെ പല വിരുന്നുകളിലൊക്കെ പങ്കെടുത്തതിൽ അവിടെയുള്ള ഭക്ഷണത്തിൻ്റെ സ്വാദ് ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ അലങ്കാരങ്ങൾ കണ്ടതുകൊണ്ടോ അല്ല ക്രിസ്തു സന്തോഷിക്കുന്നത്. നേരെ മറിച്ച് സ്നേഹിതരായിട്ടുള്ള കുറേ പേര് അടുത്തുള്ളത് കൊണ്ടും അവരൊക്കെ കണ്ടറിഞ്ഞ് നന്മ ചെയ്യുന്നതുകൊണ്ടും പരസ്പരമുള്ള അവരുടെ ആ സ്നേഹ കൂട്ടായ്മ കണ്ടുകൊണ്ടുമാണ് മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൻ്റെ സന്തോഷം. ദൈവത്തിൻ്റെ പ്രസാദവരം എല്ലാവരിലേക്കും എത്തുന്നല്ലോ എന്നുള്ള തിരിച്ചറിവിലായിരുന്നു. അല്ലെ, ദൈവത്തിൻ്റെ ഈ സന്തോഷം തൻ്റെയും തൻ്റെ ചുറ്റുമുള്ള ഈ ശിഷ്യന്മാരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുഖത്തുണ്ടല്ലോ എന്നുള്ള ആ ഒരു തിരിച്ചറിവിലായിരുന്നു. നമുക്കും മുന്നോട്ട് ജീവിക്കുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് ഈ സന്തോഷം കൊടുക്കാൻ പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ദൈവം എന്നിൽ ഈ കൃപകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുമ്പസാരിക്കുമ്പോൾ വൈദികൻ എനിക്ക് പാപമോചനവും ആശീർവാദം തരുമ്പോൾ എന്നിൽ വന്ന് നിറയുന്നത് ഇതേ പ്രസാദവരം തന്നെയാണ്. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ എന്നിൽ വന്ന് നിറയുന്നത് ഇതേ പ്രസാദവരമാണ്. എല്ലാ കൂതാശകളുമാണ് നമ്മളെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതെന്ന് നമുക്കറിയാം. പ്രസാദവരം നമ്മളിലേക്ക് വരുന്നതും
പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുന്നതും ഈ കുദാശകളിൽ കൂടെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ശങ്കിക്കേണ്ട, എൻ്റെ ഉള്ളിൽ ഈ പ്രസാദവരം ഉണ്ടോ എന്നുള്ള ആകുലത നമുക്ക് വേണ്ട. അല്ലെങ്കിൽ അവർക്കും ഇവർക്കുമൊക്കെ നല്ലത് സംഭവിക്കുന്നു, എനിക്ക് മാത്രമേ എൻ്റെ ദോഷം സംഭവിക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. ഞാൻ ദൈവത്തിന് എന്നെ തന്നെ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പാപ സാഹചര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്കിതുവരെ അത് മനസ്സിലാകാത്തത്. ദൈവം എന്താണോ തെസ്സലോനിക്കക്കാരോട് ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് നമ്മളും ഉപേക്ഷിക്കാൻ തയ്യാറാവുക. പാപവും പാപബന്ധനങ്ങളും ഉപേക്ഷിക്കുന്നുവെന്ന് മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് വൈദികൻ ഏറ്റു ചോദിക്കുന്നുണ്ട്. നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ അത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ മാമോദീസ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളിതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചവനെന്നാണ്. നാളിതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബലഹീനതകളിൽ നിന്നും മോചനം പ്രാപിച്ചവനെന്നാണ്. ആ മോചനം എനിക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ക്രിസ്തു തന്ന ഈ ഒരു കൃപ അനേകരെ നേടുവാനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ സന്തോഷിക്കുന്നവനായി മാറുന്നത്. എൻ്റെ ചെറിയ ചെറിയ നന്മപ്രവൃത്തികളിലൂടെയോ ചെറിയ ചെറിയ വചനപ്രഘോഷങ്ങളിലൂടെയോ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ്. സ്നേഹം കൊടുക്കുമ്പോഴാണ് സന്തോഷം കണ്ടെത്തുന്നത്. സന്തോഷം എന്നിൽ നിലനിൽക്കുന്നതോ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. എപ്പോഴും നന്ദി പറയുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ അതുതന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുവാൻ എനിക്ക് സാധിക്കുമ്പോൾ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായി, കൂടാതെ എല്ലാത്തിലും നന്ദി പറഞ്ഞല്ലോ, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം എന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ 3 കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചെയ്യുവാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ്. ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്നും അവിടെ തന്നെ പറയുന്നുണ്ട്. ഫലം പുറപ്പെടുവിക്കുവാനും ആ ഫലം നിങ്ങളിൽ തന്നെ നിലനിൽക്കുവാനും വേണ്ടിയാണ്. അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാനായിട്ട് എല്ലാവരെയുമാണ് ഈശോ തിരഞ്ഞെടുത്തത്. അവിടുന്നും ഇവിടുന്ന് 3-4 പേരെയല്ല. തമ്പുരാനെ അറിഞ്ഞ എല്ലാവർക്കും ഉള്ള സാധ്യതയാണ് ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്. നിങ്ങളിൽ ആ ഫലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം കൂടെയുണ്ടോ ഇല്ലയോ എന്ന് ശങ്കിക്കേണ്ട. ചില ദിവസങ്ങളിൽ നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, ചില കാര്യങ്ങൾ നാളുകളായിട്ട് നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിലും, ഞാൻ വിശ്വസിക്കേണ്ടത് ദൈവത്തിന് ഇതിനെക്കുറിച്ചെല്ലാം വലിയ പദ്ധതിയുണ്ട് എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാര്യം തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തിരഞ്ഞെടുത്ത ദൈവം നമ്മളെ ഒറ്റയ്ക്ക് വിടുകയില്ല. ഓരോ പ്രഭാതവും വലിയൊരു സമ്മാനമാണ്. ആ സമ്മാനം എന്തിനാണ് എനിക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, കണ്ടുമുട്ടുന്ന ഒരാൾക്കെങ്കിലും ക്രിസ്തുവിൻ്റെ ആനന്ദം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ പ്രസാദപരം അത് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൂതനായിട്ട് ഈ ദിവസം മാറാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.